ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പിയുമായാണ് വന്നേക്കുന്നത്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തതാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയും സവാളയുമാണ്. കൊച്ചുള്ളി ഞാൻ എൻ്റെ കൈക്ക് 2 പിടി എടുത്തിട്ടുണ്ട്. സവാള 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അത് ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇതൊരു 3 ടീസ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചെടുക്കാം. വഴനയില 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു ഒരു 5 എണ്ണം, കറുവപ്പട്ട ഒരു കഷ്ണം. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ 3 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. ബീഫ് ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇളക്കി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. കറി ഇവിടെ പകുതി ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ബീഫിൽ നിന്നുള്ള നെയ്യെല്ലാം മുകളിൽ ഊറി വന്നത് കണ്ടില്ലേ? ഈ ബീഫ് ഇപ്പോൾ 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കാം. ബീഫ് കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അല്പം ഉപ്പിന്റെ കുറവുള്ളത് കൊണ്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അല്പം കൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുത്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.